എല്ലാം മെച്ചപ്പെടുത്താൻ ശ്രമിക്കലും കൃത്രിമായിരിക്കും. തീർച്ചയായിട്ടും. ഒരു ഒന്ന് നിലവിളിക്കുന്ന പോലെ ഒരു കവിത എഴുതുമ്പോൾ സമയത്ത് അത് കറക്റ്റ് ആയിരിക്കും. അതില് സ്വരങ്ങൾ ശരിക്കും ചിലപ്പോ അതിന്റെ ശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ ഭാഷയുടെ വ്യാകരണം ഉണ്ടാവില്ല. എന്തൊക്കെ ചതവുകളുണ്ടാവും. പക്ഷെ അത് റിയൽ ആയിരിക്കും. നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കുന്ന എല്ലാ ഇലകളും കറക്റ്റായ ഇലകളാണ്. പക്ഷെ ഒരു മരത്തിന്റെ ഇല പോലും കറക്റ്റായ ഇലയായിരിക്കില്ല. അത് വെയിലിന് അത് എന്തോ ചില ചതവ് വന്നിട്ട് ഒന്ന് ചുളിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഒരു പുഴു നടന്നതിന്റെ ഒരു ഓട്ട ഉണ്ടാവും. അങ്ങനെ പല പല ജീവന്റെ അടയാളങ്ങള്. ജീവന്റെ അടയാളമാണ് അതിന്റെ കൃത്യം. പക്ഷെ മനുഷ്യനുണ്ടാക്കുന്ന മുഴുവൻ പെർഫെക്റ്റ് ആയിരിക്കും. പ്രകൃതി ഉണ്ടാക്കുന്ന ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. അതിൽ ഇനി ഒരുപാട് കൂട്ടിച്ചേർത്താലേ അത് കാലങ്ങളെ കൊണ്ട് മാത്രമേ അതിന്റെ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. എല്ലാ ജീവികളും അവരുടെ പങ്ക് കൂട്ടിച്ചേർത്താണ് ജീവിതം എന്ന ഒരു മഹാ സൃഷ്ടി ഉണ്ടായി മാറുന്നതല്ലോ. നമ്മളും അതിൽ ഉൾപ്പെടുമ്പോൾ നമ്മളും നമ്മളെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സംഭാഷണം നടത്തുമ്പോഴും ശരിക്കും അങ്ങനെയാ. ഒരാൾ പറഞ്ഞതിനെ മറ്റേ ആൾ കൂട്ടിച്ചേർക്കുന്നേ ഉള്ളൂ. അയാൾക്കായിട്ടൊന്നുമില്ല. നേരെ മറിച്ച് ഞങ്ങൾ അംഗീകരിക്കപ്പെട്ട സാഹിത്യകാരനാകുമ്പോൾ എൻ്റെ ആദ്യത്തെ ശ്രമം തന്നെ എന്തായിരിക്കും, മറ്റാരും ചെയ്യാത്ത ഒന്ന് എനിക്ക് ചെയ്യണം. എൻ്റെ മാത്രം എല്ലാ എഴുത്തുകാരും ഇപ്പൊ നമ്മൾ എഴുത്തിന്റെ തന്നെ വലിയതായിട്ട് പറയുന്നത് അത് അയാളുടെ മാത്രമാണ്, ഐഡന്റിറ്റി ഉള്ളതാണ്, അയാളുടെ മാത്രമാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സാധനം പ്രകൃതിയിലില്ല. ഒരു സംഘ സൃഷ്ടിയാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഒരു മഹാഗാനത്തിൽ കൂടിച്ചേർന്ന ഞാനും എൻ്റെ സ്വരം അതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഭൂമിയെ അതിൻ്റെ അച്ചുതണ്ടിൽ നിന്ന് തെറ്റിപ്പോയ ഒരു ഭൂമിയുടെ യാത്രയെ മനുഷ്യനെന്ന ഒരു സംഗതി കൊണ്ട് പിടഞ്ഞുപോയ ഒന്നിനെ ഞാൻ തിരിച്ചതിൻ്റെ യാത്രാപഥത്തിലേക്ക് വരുത്തി തീർക്കുകയാണ്. അതിൻ്റെ പാളത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ് ഈ വണ്ടിയെ എന്ന വിചാരത്തോടെ ഒരു കൃഷിക്കാരൻ പണിയെടുക്കണം. ഓരോ കൃഷിക്കാരനും പൊളിറ്റിക്കലായിട്ട് അവെയർ ആയിരിക്കണം. ഞങ്ങളാണ് ഈ ഭൂമിയുടെ ശരിയായ മക്കൾ, ഞങ്ങളാണ് ഈ ഭൂമിയെ ശരിയായും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെന്നും പ്രപഞ്ചത്തിന്റെ മുറിവ് കൂട്ടുന്ന തുള്ളി പച്ചമരുന്നുകളാണ് ഞങ്ങളെന്നും അവരറിയണം. അത് ശരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് വേണ്ടത് അവരിൽ അവരിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു പാണൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ശിവനെ അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് തുടി ഇങ്ങനെ കൊട്ടി 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 ഉണർത്തുന്നുണ്ട്. നീയാണ് ഈ പ്രപഞ്ചത്തിന്റെ കണ്ണ്, നീ അത് തുറക്കണം, നീയാണ് എല്ലാ ശക്തിയുടെയും ഉറവിടം, നിന്റെ ഉള്ളിൽ അഗ്നി ഇരിക്കുന്നു, അത് പുറത്തേക്ക് പാളി വരട്ടെ, ഈ ഭൂമി മുഴുവൻ പ്രകാശമാനാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് കൃഷിക്കാർ എന്ന ഉറങ്ങുന്ന ശിവനെ അതിന്റെ അമ്പലത്തിന്റെ പുറത്ത് നിന്ന് നമ്മൾ കൊട്ടി ഉണർത്തുകയാണ്. നിങ്ങളാണ് ഉണരേണ്ടത്, നിങ്ങൾ റിയലായ ശിവനാണ് എന്ന് പറഞ്ഞ് അവരുടെ ആ ജ്ഞാനത്തെയാണ്, അവരുടെ ഒരുപക്ഷെ വിസ്മൃതമായി പോയിട്ടുള്ള അവരുടെ ആ അവയർനെസ്സിനെ നമ്മൾ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനുള്ള ഒരു ബാധ്യതയാണ് ശരിക്കും കലാകാരനുള്ളത്.